ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലു വ്ളോഗർ. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അധികമൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്കൂൾ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ യോഗി ബാബു, ഭൂമിക ചൗള, KS രവികുമാർ അതുപോലെ തന്നെ ഭഗവതി പെരുമാൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ ചിത്രമായിരുന്നു സ്കൂൾ എന്ന് പറയുന്നത്. 2025 മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ടെൻഡാകോട്ടയാണ്. പക്ഷേ ചിത്രം ഇപ്പോൾ ലീക്ക്ഡ് റിലീസായിട്ട് ഇപ്പോൾ ടെലിഗ്രാമിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. റിലീസായിട്ട് OT റിലീസായിട്ട് നടക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ടെലിഗ്രാമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏലിയൻ എർത്ത് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഈ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ 2 സീസണുകൾ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ഇംഗ്ലീഷ് മൂവി കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ആക്ഷൻ മൂവി ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സാരെ ജഹാസെ അച്ച എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രതീക് ഗാന്ധി, സണ്ണി ഹിന്ദുജ അതുപോലെ തന്നെ സൊഹേൽ നെയ്യാർ, കൃതിക കർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ ചിത്രമായിരുന്നു സാരെ ജഹാസെ അച്ച എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 13 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു വെബ് സീരീസ് ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, സിജു സണ്ണി, ബൈജു സന്തോഷ്, ജോമോൻ ജ്യോതിർ അതുപോലെ തന്നെ നമ്മുടെ ആസീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ താമസിച്ചിട്ടായിരുന്നു ബസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംവിധായകൻ ജയജയ്ക്ക് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയൊക്കെ സംവിധാനമായിട്ടുള്ള വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ചിത്രം വീട്ടിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമ മാക്സ് ആണ്. ചിത്രം ഇപ്പോൾ മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരേഷ് ഗോപി, അനുഭവ പരമേശ്വരൻ, ബൈജു സന്തോഷ്, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ അതുപോലെ തന്നെ മാധവ് സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് റൂം ലീഗൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താൽ ചിത്രമായിരുന്നു JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒഫീഷ്യൽ തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് C5 ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 C5ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. യദുവും അറിയാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിനേശ്, അപ്പുകുട്ടി അതുപോലെ തന്നെ തമ്പി രാമയ്യ, ബ്രാണ അബു സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നെ ചിത്രമായിരുന്നു ഇതും അറിയാമെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. എന്തോ കാരണത്താൽ സിംപ്ലി സൗത്തിലൂടെ റിലീസ് ചെയ്തില്ല. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ സിംപ്ലി സൗത്തിലൂടെ ചിത്രം തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുഡ് ഡേ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് രാമലിംഗം, കാളി വെങ്കിട്ട്, ആടുകളം മുരുകദോസ് അതുപോലെ തന്നെ നമ്മുടെ മൈന നന്ദിനി, ഭഗവതി പെരുമാൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ഗുഡ് ഡേ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺനെക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 15 സൺനെക്സിലൂടെ ചിത്രം തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഖേനം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കീർത്തി പാണ്ഡ്യൻ അതുപോലെ തന്നെ അരുൺ പാണ്ഡ്യ,
പാണ്ഡ്യൻ, രമേശ് തിലക് എന്നിവയുണ്ട ഒരു ഒട്ടനവധി വൻ താരനിര അണിഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവിയായിരുന്നു അക്കേന എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറി കൊടുത്ത ചിത്രമായിരുന്നു അക്കേനം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സംഗീത് ശോഭൻ, അതുപോലെ തന്നെ പ്രശാന്തിനി, റോക്കിംഗ് രാകേഷ്, അതുപോലെ തന്നെ മധുസൂദൻ റാവു, പൃഥ്വിരാജ് ബാന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്ററിൽ തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ സണ്ണച്ചാണ്. ചിത്രം തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജൂനിയർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിരീട്ടി ശർമ്മ, അതുപോലെ തന്നെ ജനീലെ ഡിസൂസ, ശ്രീലീല, അച്യുത് കുമാർ, റാവു രമേശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ജൂനിയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വെർജിൻ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നവകതരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി കാറ്റഗറി എടുത്തുന്ന ഒരു കൊച്ചു ചിത്രമായിരുന്നു വെർജിൻ ബോയ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ജൂലൈ മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആഹാ തെലുങ്കാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തെലുങ്കിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കോൺസ്റ്റബിൾ കനകം എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ വർഷ വല്ലമ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു കോൺസ്റ്റബിൾ കനക എന്ന് പറയുന്നത്. ഒരു പോലീസ് ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ നമ്മുടെ ETV One സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തെലുങ്ക് പ്രാദേശിക OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ETV One ചിത്രം ഇപ്പോൾ ഓഗസ്റ്റ് 14-ന് ഇന്നിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഈ ഒരു തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു വെബ് സീരീസ് ETV One ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. അദേര എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രജിക്കത് കൗലി, അതുപോലെ തന്നെ പ്രിയ ബാപ്പട്ട്, സുർവിൻ ചൗള എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു. ഒരു ചിത്രമല്ല, ഒരു വെബ് സീരീസാണ് അദേര എന്ന് പറയുന്നത്. ഈ വെബ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെർഹാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ജോൺ അബ്രഹാം, മലയാളം ആക്ടർ സുജിത് ശങ്കർ, അതുപോലെ തന്നെ മീനാക്ഷി ചില്ലാർ, നെഹ്റു ബജ്വ, അതുപോലെ തന്നെ രുക്മണി മേത്ര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറി എടുത്ത ചിത്രമായിരുന്നു ടെർഹാൻ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി നമ്മുടെ C5 ഡയറക്റ്റ് ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസിനെത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം C5 ചിത്രം കാണാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാവുന്ന കുറച്ച് അപ്കമിംഗ് OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാരീഷൻ എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ വടിവേലു, ഫഹദ് വാസിൽ, കോവൈ സരള, അതുപോലെ തന്നെ വിവേക് പ്രസന്ന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ത്രില്ലർ കാറ്റഗറി കൊടുത്ത ചിത്രമായിരുന്നു മാരീഷൻ എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലൈവൻ തലൈവി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് സേതുപതി, നിത്യമേനോൻ, ചെമ്പൻ വിനോദ് ജോസ്, അതുപോലെ തന്നെ കാളി വെങ്കിട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു തലൈവൻ തലൈവി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർമാൻ എന്ന് പറയുന്ന
പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു, ഹോളിവുഡ് മൂവിയായിരുന്നു സൂപ്പർമാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ഇന്ത്യക്ക് പുറത്ത് US ഈ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 26 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ആപ്പിൾ TVയിലും അതുപോലെ തന്നെ ആപ്പിൾ പ്ലസ് TVയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ എപ്പോൾ റിലീസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്ഡേറ്റ് ഇല്ല. പുറത്തിറങ്ങിയാലും ഇവിടെ ടെലിഗ്രാമിലൂടെ ചിത്രം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിങ്ഡം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് ദേവരകൊണ്ട, വെങ്കിടേഷ്, അതുപോലെ തന്നെ സത്യദേവ്, ഭാഗ്യലക്ഷ്മി ബോറ, അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താഴ്ന്ന ചിത്രമായിരുന്നു കിങ്ഡം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ലാസ്റ്റ് തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുത്തുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29 നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയായാലും സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കമ്മട്ടം എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുദേവ് നായർ, അജയ് വാസുദേവ് മേനോൻ, അതുപോലെ തന്നെ നമ്മുടെ ജിയോ ബേബി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ് കമ്മട്ടം എന്ന് പറയുന്നത്. എന്തൊരു ബേസ് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ട്രെയിലറൊന്നും ഇറങ്ങിയിട്ടില്ല, ടീച്ചറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മലയാളം C5ലൂടെ ഡയറക്റ്റ് OTTസിന് എത്തുന്ന ഒരു വെബ് സീരീസാണ് കമ്മട്ടം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29 C5ലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ പ്രശാന്ത് അലക്സാണ്ടർ, ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലും എടുത്ത ചിത്രമായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററിൽ തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായുള്ള മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29 ഓണം പ്രീമിയറായിട്ട് മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിസംഗ് രാജ 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിമൽ, പൂജിത, അതുപോലെ തന്നെ റോബോ ശങ്കർ, ഡെഡീൻ കിസ്ലി, മൊട്ടരാജേന്ദ്രൻ, സിംഗംപുലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡിസംഗ് രാജ 2 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സൺനെസ്റ്റുമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം വരുന്ന ഓഗസ്റ്റ് മാസം 29 സൺനെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലൂടെയോ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കപ്പ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, മാത്യു തോമസ്, നമിത പ്രമോദ്, അനഘ സുരേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു കൊച്ചു ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ സൈനപ്ലൈ ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്ഡേറ്റ് ഇല്ലെങ്കിലും ഈ ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയറായിട്ട് നമുക്ക് ഈ വരുന്ന നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മുടെ അമൃത ചാനലിലൂടെ പ്രീമിയർ റിലീസായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടെലിവിഷൻ പ്രീമിയറായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെരുമാനി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. സണ്ണി വെയിൻ, ലുക്മാൻ അവറാൻ, വിനയ് ഫോർട്ട്, വിജീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പെരുമാനി എന്ന് പറയുന്നത്. 2 വർഷമായി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ സൈനപ്ലൈ സ്വന്തമാക്കിയിട്ടുള്ളത്. മേ ബി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29 സൈനപ്ലൈയിലൂടെ ചിത്രം ഓണം പ്രീമിയറായിട്ട് റിലീസ് ചെയ്യുന്നത് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.